അഭിനന്ദ് വർത്തമാന്റെ വരവിന് രാജ്യം കാത്തിരിക്കുമ്പോൾ കശ്മീർ അതിർത്തിയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ശുഭസൂചകമായ ഒന്നല്ല. അതിർത്തിയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം തുടരുകയാണ്. ഭീകരർ തുടർ സംഘർഷങ്ങൾ ആഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് അതിർത്തിയിൽ സമാധാനം പുലരുക? അതിർത്തി അശാന്തമാക്കി നിലനിർത്തുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? അതിർത്തി സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമായത് എന്താണ്? ഇതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യങ്ങൾ. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661588. ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്ന ആദ്യ പ്രേക്ഷകൻ മണികണ്ഠനാണ് പട്ടാമ്പിയിൽ നിന്നും. മണികണ്ഠൻ, താങ്കൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്? ഒരു ഭാഗത്ത് സമാധാനം, അഭിനന്ദ് വർത്തമാൻ തിരിച്ചെത്തുന്നതിന്റെ സന്തോഷം, മറുവശത്ത് ഇപ്പോഴും അതിർത്തിയിൽ ആക്രമണം തുടരുന്നു, ഭീകരരുടെ ആക്രമണം, ഒപ്പം തന്നെ വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇതില് ഒരു അഭിപ്രായം, ഇപ്പോ നമ്മുടെ ഒരു ഭടനെ അവർ തടങ്കലാക്കിയിരുന്നു, അവരെ ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് തിരിച്ചു തരും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇത് അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു. ആ ഒറ്റപ്പെടലിന്റെ ജാള്യത മറക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ ഭടനെ, ആ സൈനികനെ നമുക്ക് തിരിച്ചു നൽകുന്നത്. അല്ലാതെ സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന ഒരു ചിന്തയോടുകൂടിയോ ഇന്ത്യയെ ശത്രുരാജ്യത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റി കളഞ്ഞുകൊണ്ട് സൗഹൃദ രാഷ്ട്രമായി കാണാനല്ല പാകിസ്ഥാൻ ഇത് ചെയ്യുന്നത്. ഇത് ഏറ്റവും വലിയത് എന്താ വെച്ചാൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇനിയും ഇന്ത്യ ശക്തമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം. ഭീകരവാദത്തിന്റെ താവളമായ പാകിസ്ഥാന്റെ പ്രദേശങ്ങളിൽ ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് ഭീകരതാവളങ്ങൾ ഉണ്ടെന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് തെളിവ് ഇതും കൊടുത്തുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂടി ആ ഭീകര താവളങ്ങൾ അടിച്ചമർത്തുകയും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ നമുക്ക് സമാധാനം ലഭിക്കൂ. അതാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി മണികണ്ഠൻ പട്ടാമ്പിയിൽ നിന്ന് വിളിച്ചതിന്. ചെന്നൈയിൽ നിന്ന് പ്രേമൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. പ്രേമൻ, പറയൂ. തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദമാണ് പാകിസ്ഥാനെ ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഇന്നത്തെ അവിടുത്തെ ഭരണം ഭീകരതയിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. കാരണം എന്താണ്, ഇമ്രാൻഖാനെ സംബന്ധിച്ചിടത്തോളം ലോകരാഷ്ട്രങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ടു കഴിയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തെ സമാധാനം ആഗ്രഹിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമാധാനത്തിലേക്കും സമാധാനപരമായ സൗഹൃദത്തിലേക്ക് പോകണം എന്ന ഒരു ചിന്താഗതി അദ്ദേഹത്തിനും ഉണ്ട് എന്ന് ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നു. ഭീകരവാദം അടിച്ചമർത്തുന്നതിന് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഇന്ത്യക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ലോകരാജ്യങ്ങളിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട പാകിസ്ഥാന് ഇത് തീർച്ചയായും തിരിച്ചടിയും കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നന്ദി വിളിച്ചതിന് പ്രേമൻ. ഇപ്പോൾ ശ്യാം എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു. ശ്യാം, എന്താണ് താങ്കൾ കരുതുന്നത്? സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇനി സാധ്യമായത് എന്തൊക്കെയെന്ന് താങ്കൾ കരുതുന്നു? സമാധാനം എങ്ങനെ പുനഃസ്ഥാപിക്കാൻ കഴിയും? ഇപ്പൊ തന്നെ ലൈവായിട്ട് ന്യൂസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഉറി സെക്ടറിൽ 3 തീവ്രവാദികളെ വളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ സമാധാനം എന്ന് പറയുമ്പോഴത്തേക്ക് പാകിസ്ഥാന് അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ UN മിഷന്റെ അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഫയർ ചെയ്ത ഭാഗം, അതായത് ഇന്ത്യ ഇപ്പോ എയർഫോഴ്സ് അറ്റംപ്റ്റ് ചെയ്ത ഭാഗം കാണിച്ചിട്ട് ആ പാർട്ടിൽ ഒരു തീവ്രവാദി പോലും ഇല്ല എന്ന് കാണിക്കാൻ അവർക്ക് കഴിയുമോ? ഇല്ല എന്നുണ്ടെങ്കിൽ അവരോട് നല്ല രീതിയിലൊരു കമ്മീഷൻ വെച്ചിട്ട്, UN മിഷന്റെ ഒരു കമ്മീഷൻ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഭീകരവാദത്തിനുള്ള ഒരു പ്രോത്സാഹനം ഇല്ല എന്നുള്ള അവർ കാണിക്കണം. എന്നിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ UN മിഷനും കൂടെ ഇടപെട്ട്, ഇപ്പൊ എല്ലാ ലോകരാജ്യങ്ങൾക്കും ഏകദേശം മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇതില് ഒരു സംയുക്തമായ ഒരു പ്രോബ്ലം അവിടെ നിന്ന് മതിയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതെടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി ശ്യാം. ഹൈദരാബാദിൽ നിന്ന് വിളിച്ചതിന്. കോട്ടയത്ത് നിന്ന് പ്രഭാകരൻ എന്ന പ്രേക്ഷകൻ. പ്രഭാകരൻ, താങ്കൾ എങ്ങനെ സാഹചര്യങ്ങളെ കാണുന്നു? അഭിനന്ദ് വർത്തമാന്റെ മടങ്ങി വരവ് കൊണ്ട് മാത്രം സമാധാനം പുലരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ചർച്ചയാകാമെന്ന ഒരു വാക്കിൽ മാത്രം സമാധാനം പുലരുമോ? ഹലോ, പറയൂ, താങ്കളുടെ അഭിപ്രായം എന്താണ്? കാശ്മീർ മേഖലയിൽ ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഭൂലോക ഭൂപടത്തിന് തുടച്ചു നീക്കപ്പെടണം. അത്തരൊരു കാലഘട്ടത്തിൽ മാത്രമേ അവിടെ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ പാകിസ്ഥാനുമായിട്ട് സമാധാന ചർച്ച നടത്തിയാൽ മതി എന്ന് പറയുന്ന ആൾക്കാരെ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് മുൻപേറൊന്ന് പറഞ്ഞുവിടാം, നമ്മുടെ കൊടിയേരിയൊക്കെ എന്ന് പറഞ്ഞുവിടുകയാണെങ്കിൽ നന്നായിരിക്കും. ശരി, വളരെ നന്ദി പ്രഭാകരൻ വിളിച്ചതിന്. ജീവൻലാൽ എന്ന പ്രേക്ഷകൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. പറയൂ ജീവൻലാൽ.
ഹലോ, എനിക്ക് പറയാനുള്ളത് ഈ പാകിസ്ഥാനിലെ പട്ടാളവും അവിടുത്തെ ഭരണകൂടവും തമ്മിൽ ഒരു യോജിച്ചല്ല പോകുന്നത്. അവിടുത്തെ പട്ടാളം ചില സമയങ്ങളിൽ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ഇപ്പൊ തന്നെ അവിടെ ചർച്ച നടക്കുക, അല്ല ഇവരെ പുറത്തോട്ട് നമ്മുടെ പൈലറ്റിനെ വിടാവുന്നെല്ലാം സമാധാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ഇപ്പൊ നമ്മുടെ അതിർത്തിയിൽ വീണ്ടും വെടിവെപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരു കാരണവശാലും അവർ സമാധാനം ആഗ്രഹിക്കാത്ത ഒരു രാജ്യമാണ്. നമ്മുടെ രാജ്യം മുഴുവൻ അവർക്ക് വിട്ടുകൊടുത്തെന്ന് പറഞ്ഞാലും അവർ വീണ്ടും എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുന്ന അത്ര നീച്ച സ്വഭാവമുള്ള ആൾക്കാരാണ് ഈ പാകിസ്ഥാനിൽ എന്ന് പറയുന്നത്. അവരൊരിക്കലും നമ്മുടെ ഇന്ത്യക്കാരുമായിട്ട് തുല്യപ്പെടുത്താൻ ഒക്കത്തില്ല. കാര്യം നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നവരാണെങ്കിലും ഇപ്പൊ അവരുടെ മനോഭാവം മൊത്തം അവിടുത്തെ പൗരന്മാരുൾപ്പെടെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം അവർ ചെയ്യുന്ന ദ്രോഹം, നമ്മുടെ ഇന്ത്യക്കാരോടും മറ്റു രാജ്യക്കാരോടും ഒക്കെ ചെയ്യുന്ന ദ്രോഹം. അതേ രീതിയാണ് അവരുടെ ആ ഒരു ബന്ധം. അത് അവിടെ നിന്നുള്ള ആൾക്കാർ നമ്മുടെ കാശ്മീരിൽ കുടിയേറി ഒത്തിരി പേരുണ്ട്. അവരിപ്പോഴും മറ്റു രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് താമസിക്കുകയും മറ്റു രാജ്യത്തിന് വേണ്ടിയുള്ള സപ്പോർട്ടുകൾ മുഴുവൻ ചെയ്യുകയും പോരാഞ്ഞത് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ പോലും ഇപ്പോൾ ആ ഒരു ഇതിലാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഇന്ത്യ ഒന്നിച്ചിരിക്കേണ്ട സമയമാണ് ഇപ്പോൾ. ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് മറ്റു ഭരണകർത്താക്കളൊക്കെ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ വിഷയങ്ങളൊക്കെ പാകിസ്ഥാനായിട്ട് ഉണ്ടായപ്പം അവരെയൊക്കെ നല്ല രീതിയിലാണ് അന്നത്തെ പ്രതിപക്ഷം ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അതേ രീതി അല്ല. അത് അവർക്ക് മുതലെടുക്കാനായിട്ട് അവർക്കൊരു ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ളവർ തന്നെ ഇപ്പം കുറച്ചു പേര്. വളരെ നന്ദി ജീവൻലാൽ, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. അനന്തകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ കോഴിക്കോട് നിന്നും ചേരുന്നു. അനന്തകൃഷ്ണൻ, അഭിനന്ദ് വർദ്ധമാനെ തിരിച്ചയക്കുന്നത് ശുഭസൂചനയായി കണ്ടിരുന്നു. ചർച്ചയ്ക്കുള്ള സന്നദ്ധത പാകിസ്ഥാൻ നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷവും വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാവുകയും അതിർത്തി അശാന്തമായി തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? വെടിനിർത്തൽ കരാർ ലംഘിക്കുകയോ അതുപോലെ തന്നെ അതിർത്തി അശാന്തമായിരിക്കുകയോ ഇതൊക്കെ പാകിസ്ഥാന് ഇമ്രാൻഖാന് ഇപ്പോൾ ഫേസ് ചെയ്യണം. അതാണ് കാര്യമായിട്ടുള്ളത്. പക്ഷേ അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള എല്ലാവരും, ഈവൻ ചൈന അടക്കം അങ്ങനെ ഒരു നിലപാടെടുത്തതുകൊണ്ട് തന്നെ പിന്നെ പാകിസ്ഥാന്റെ മേലെ വലിയ തോതിലുള്ള സമ്മർദ്ദമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മളൊരു വീര ജവാനെ ഇപ്പം വിട്ടുതരാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകുന്നത്. ഈ പ്രശ്നം കൊണ്ട് മാത്രമൊന്നും പിന്നെ അതിർത്തി ശാന്തമാവുന്നില്ല. ഇതിന് ശക്തമായിട്ടുള്ള തിരിച്ചടികൾ തുടരെ ചെയ്യേണ്ടി വരും. ഒരു കാര്യം, നല്ലൊരു കാര്യം ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ഇപ്പോൾ പിന്നെ ഒരുവിധ രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച അഡ്വാൻറ്റേജ് ആണ്. ഈ സമയത്ത് പരമാവധി സമ്മർദ്ദം ചെലുത്തിയിട്ട് ഈ പിന്നെ ഭീകര കേന്ദ്രങ്ങൾ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ആക്രമണം തന്നെ, സർജിക്കൽ സ്ട്രൈക്ക് വീണ്ടും നടത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവൂ. അല്ലാണ്ട് ഈ ഇമ്രാൻ ഖാനോ അതില് ഇവരെല്ലാം പിന്നെ അവിടുത്തെ പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ പാവകളാണ്. ISIയും പാകിസ്ഥാനും മാത്രം. അവിടെ പിന്നെ ഇനി വരുന്ന ഭരണകൂടായി കഴിഞ്ഞാലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ആർമിക്കും ISIക്ക് ഇത്രയും പ്രാധാന്യം കിട്ടുന്ന കാലത്തോളം ഇവിടെ ശാന്തി ഉണ്ടാവില്ല. അടിച്ചമർത്തൽ നയം മാത്രമേ ഇതിനൊരു ശാശ്വതപരമായ ഇതായിട്ടുള്ളൂ. പിന്നെ ഇവിടെ പിന്നെ രാഷ്ട്രീയ കക്ഷികൾ ഇപ്പം പിന്നെ ദേശീയ തലത്തിലായി, എന്നാലും പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് പിന്നെ അസ്വാരസ്യം ഉണ്ടാക്കുന്ന പിന്നെ. ശരി, കോഴിക്കോട് നിന്ന് അനന്തകൃഷ്ണൻ എന്ന പ്രേക്ഷകനാണ് വിളിച്ചത്. വളരെ നന്ദി വിളിച്ചതിന്. വടകരയിൽ നിന്നും കുഞ്ഞിക്കണ്ണൻ കൂടി ചേരുന്നു. കുഞ്ഞിക്കണ്ണൻ, എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം പറയാന്ന് വെച്ചാല്, നമുക്ക് ഈ പിന്നെ പാകിസ്ഥാൻ പോയതിനു ശേഷം സമാധാനം എന്ന് പറഞ്ഞ സംഗതി കിട്ടില്ല. ബംഗ്ലാദേശ് പോയതിനു ശേഷം അവരെ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കുക, അതായത് പിന്നെ ഭീകരവാദത്തിൽ കൂടി നേരിട്ടല്ലാതെ പിന്നിൽ കൂടി കുത്തുക എന്നുള്ള പരിപാടിയാണ് അവർ സ്വീകരിച്ചുകൊണ്ട് വരുന്നത്. യഥാർത്ഥത്തിൽ നമുക്കതിന് പരിഹാരം കാണണമെങ്കിൽ തൽക്കാലം പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ മാത്രം തകർത്തതിനെ കൊണ്ടൊന്നും പാകിസ്ഥാനെ തകർത്ത് കളയണം. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഇല്ലാണ്ടാക്കിയിട്ട് കാര്യമില്ല. അവരെ പിന്നെ ഈ അണുവായുധത്തിനെ ഒന്ന് പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാവും എന്നുള്ള സത്യമാണ്. പക്ഷെ അത് വകവെക്കാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ അടിച്ചമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ശരിക്കും പിന്നെ വേവിച്ച് കളയണം. ബലൂചിസ്ഥാനും പിന്നെ അതേ സ്ഥാനത്ത് പിന്നെ പിന്നെ പാകതീന കാശ്മീരി ശരിക്കും ഭാരതം പിടിച്ചെടുക്കണം എന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങൾ നമുക്ക് ശാശ്വതമായിട്ട് നിർത്തുവാൻ കഴിയും. ഇപ്പം മാത്രമല്ല, ഇപ്പം ഇതിന്റെ ഈ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ശരിക്കും ഈ ഭീകരവാദികൾക്ക് സാമ്പത്തിക സോഴ്സ് വരുന്നത് ശരിക്കും ചൈന എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ചൈന നേരിട്ട് ഇടപെടാതെ
ചൈന പാകിസ്ഥാനുള്ള ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ശരിക്കും ഇത് നടത്തുന്നതെന്നുള്ള ചൈനയും പാകിസ്ഥാനും. ശരി, വടകരയിൽ നിന്ന് കുഞ്ഞിക്കണ്ണൻ എന്ന പ്രേക്ഷകനാണ് വിളിച്ചത്. വളരെ നന്ദി വിളിച്ചതിന്. കോട്ടയത്ത് നിന്ന് അമൽരാജ് ചേരുന്നു. അമൽരാജ്, പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യ ശക്തമായ മറുപടി നൽകിയതിനു ശേഷം പാകിസ്ഥാനിൽ നിന്നും ഉണ്ടായിട്ടുള്ള സമീപനങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്നതാണോ? പ്രതീക്ഷ നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ജനീവ കൺവെൻഷൻ പ്രകാരമുള്ള ഉടമ്പടി പ്രകാരവും പിന്നെ ഇന്ത്യയുടെ നയതന്ത്ര തലത്തിലുള്ള സമ്മർദ്ദവും കൊണ്ട് തീർച്ചയായിട്ടും അഭിനന്ദനം നമുക്ക് വിട്ടുകിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. കടുത്ത സമ്മർദ്ദത്തിൽ നിൽക്കുക ഇപ്പോൾ പാകിസ്ഥാനിൽ തന്നെ ബലൂചിസ്ഥാൻ പ്രാവശ്യം പാകിസ്ഥാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തിടത്തോളം കാലവും അതോടൊപ്പം ഇന്ത്യയുടെ വളർച്ചയും തീർച്ചയായിട്ടും പാകിസ്ഥാൻ അസ്ഥിരപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം ഭീകരവാദത്തെ അവിടെ മിലിറ്ററിക്കാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമുക്കറിയാം. ആർട്ടിക്കിൾ 370 പ്രകാരം കാശ്മീർ വേറിട്ട് നിൽക്കുന്നതും സമാധാനത്തിന് ഒരു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് ഇരിക്കെ തന്നെ ആർട്ടിക്കിൾ 370 ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം കാശ്മീർ അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും ഇന്ത്യ സമാധാനപരമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇനിയും സൂചകമായി യുദ്ധം ഒന്നിന് പരിഹാരമല്ല എന്നുള്ളത് സാധ്യമായിരിക്കെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തുനിന്നും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും നല്ല നടപടികൾ ഉണ്ടാകാം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുകൊണ്ട് മാത്രം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പറയാൻ സാധിക്കില്ല. ശരി, കോട്ടയത്ത് നിന്നും അമൽരാജ് എന്ന പ്രേക്ഷകനാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. ഇനിയും കോട്ടയത്ത് നിന്ന് തന്നെയാണ് മറ്റൊരു കോൾ കൂടി. കുഞ്ഞുമോൻ എന്ന പ്രേക്ഷകൻ, പറയൂ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഹലോ, നമ്മള് ഈ യുദ്ധത്തില് സമാധാനപരമായ അന്തരീക്ഷമാണ് എല്ലാ നാളിലും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ഈ ലോകവ്യാപകമായിട്ട് അണുവായുധം ഉള്ളതാണ് മെയിൻ കാരണം. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ കൈവശമൊക്കെ അണുവായുധം, അത് നശിപ്പിക്കണം. നമ്മളെ ആവശ്യപ്പെടുമ്പോൾ നമ്മളെയും അങ്ങനെ ഇല്ലാണ്ട് ആക്കണം, നശിപ്പിക്കണം. എങ്കിൽ മാത്രമേ അപ്പൊ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആണവ ശക്തി ഉള്ളത് കാരണമാണ് ഈ ഇത്രയധികം ഇവരിങ്ങനെ കളിക്കാൻ കാരണം. അതുകൊണ്ട് അത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ അതിന് നമുക്ക് സമാധാനപരമായിട്ട് ചർച്ചയിലൂടെ ഒക്കെ പരിഹരിക്കാൻ കഴിയുമെന്ന് എന്റെ അഭിപ്രായം. അതേപോലെ തന്നെ ഇവരെ ലോകവ്യാപകമായിട്ടാണ് ഇപ്പം ഇവര് ഇങ്ങനെ ഈ തീവ്രവാദികൾ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത്. അതും ഇല്ലാണ്ട് ആക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരുടെ മതത്തിൽ നിന്ന് തന്നെ നല്ലൊരു ഉപദേശം അവർക്ക് കൊടുക്കേണ്ട ആവശ്യമാണ്. വളരെ നന്ദി വിളിച്ചതിന്. കൊല്ലത്ത് നിന്ന് വിഷ്ണു എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു. വിഷ്ണു, ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? സമാധാനം പുലരാൻ എന്തൊക്കെ നടപടികൾ ഇനി സാധ്യമാണ് എന്ന് താങ്കൾ കരുതുന്നു? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് സംഭവം ആദ്യം വന്നു തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ തകർക്കാൻ വേണ്ടി ആര് ശക്തികളെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ കുറെ വിദേശ ശക്തികൾ ചേർന്ന് നമ്മുടെ രാജ്യം ഒരിക്കലും അസ്ഥിരതമാണ്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര അസ്ഥിരമാണ്, ഇന്ത്യയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ തുടക്കം വന്നത്. പക്ഷെ നമ്മളതൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എടുത്തു. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പാർട്ടീസിനും ഒരു പങ്കുണ്ട്. അവരും ഒരു രാഷ്ട്രീയപരമായിട്ടൊരു എയിമും കൊണ്ടുവന്നു, ഒരു ഗ്രേറ്റർ എയിമിലോട്ട് കൊണ്ടുവന്നു. നമ്മുടെ പിന്നെ ആർമിയും പ്രിപ്പയർഡായി. മാത്രമല്ല, വാർ ഫൈറ്റഡ്നെസ് പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. കാരണം എത്ര സ്ട്രോങ് രാജ്യം, എത്ര വെപ്പൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ രാജ്യം എപ്പോഴും വെപ്പൻസ് ആയിട്ട് നിന്നാൽ മാത്രമേ സ്ട്രോങ് ആയിട്ട് നിൽക്കൂ. ഇപ്പോ നമ്മളെപ്പോഴും പറയത്തില്ലേ, അശോകൻ എംപയർ മാക്സിമം ആയിട്ട് വന്നു നിന്നു. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് പീസ്ഫുൾ ആയിട്ടുള്ള നേച്ചറിന് വേണ്ടി പോയപ്പോ ആ രാജ്യം പെട്ടെന്ന് അങ്ങ് തീർന്നു. അതിനകത്ത് നമ്മൾ ലാക്സ് ആവാൻ പാടില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂസിനകത്ത് നമ്മുടെ രാജ്യം ആക്റ്റീവായിട്ട് നിന്നില്ലെങ്കിൽ ശിഥിലമായിട്ട് പോകാൻ സമയമൊന്നും വേണ്ട. ഇത് മുഗൾ എംപയറിന് സംഭവിച്ചു, ഗുപ്ത എംപയറിന് സംഭവിച്ചു, ഇങ്ങനെയുള്ള ലോകത്തുള്ള എല്ലാ എംപയറിനും സംഭവിച്ചിട്ടുണ്ട്. ശരി, വളരെ നന്ദി വിഷ്ണു കൊല്ലത്ത് നിന്ന് വിളിച്ചതിന്. പ്രേക്ഷകർ ദയവായി അവരുടെ അഭിപ്രായങ്ങൾ വളരെ ചുരുക്കി പറയാൻ ശ്രമിക്കുക. എന്തായാലും ഇന്ന് എല്ലാവർക്കും വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്ത എല്ലാവർക്കും നന്ദി.